ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആഗോള വിപണിയിൽ ഒത്തിരിയേറെ സംഭവ വികാസങ്ങൾ നടന്ന ഒരാഴ്ചയായിരുന്നു ഈ കഴിഞ്ഞു പോയത്. യു.എസും ഇറാനും തമ്മിലുള്ള ഇടക്കാല വ്യാപാര കരാർ വ്യാഴാഴ്ചയാണ് ഒപ്പിടുന്നത്. അതിനുശേഷം ഞായറാഴ്ച യു.എസും ഇറാനും തമ്മിലുള്ള ചർച്ച സ്വിറ്റ്സർലാൻഡിൽ നടക്കാനിരിക്കുകയുമായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ശനിയാഴ്ച ഇസ്രയേൽ ലെബനനിൽ നടന്ന ആക്രമണം യു.എസുമായി ബുധനാഴ്ച ഒപ്പുവെച്ച ഇടക്കാല സമാധാന കരാറിൻ്റെ ലംഘനമാണെന്ന് ആരോപിച്ച് ഇറാൻ ശനിയാഴ്ച ഹോർമുസ് കടലിടുക്ക് അടച്ചു. അതിനുശേഷം ഞായറാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള യുദ്ധം വീണ്ടും ആരംഭിക്കുമെന്ന് ഭീഷണി മുഴക്കി. അതേസമയം വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇടക്കാല സമാധാന കരാറിന് കീഴിലുള്ള ആദ്യ ചർച്ചയ്ക്കായി ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഇറാൻ വീണ്ടും ഹോർമുസ് കടലിടുക്ക് അടച്ചതായി പ്രഖ്യാപിച്ചതോടെ ഈ ചർച്ചകളുടെ മേൽ അനിശ്ചിതത്വം വർദ്ധിക്കുകയാണ്. ഏതായാലും ആഗോള വിപണിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്ക് കിട്ടുന്നില്ല. വെള്ളിയാഴ്ചയാണെങ്കിൽ US മാർക്കറ്റുകൾക്ക് ഒരു ഹോളിഡേ ആയിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന US ഫ്യൂച്ചേഴ്സ് ഇടിവിൽ തന്നെയാണ്. ഇതിൽ തന്നെ ഇപ്പോൾ കൂടുതൽ സമ്മർദ്ദം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ടെക് ഓഹരികളാണ്. 0.6% മുകളിലാണ് ഇടിഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ ഓയിൽ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ഇറാനെതിരെ വീണ്ടും സൈനിക നടപടി ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ഓയിൽ പ്രൈസുകൾ വീണ്ടും $80 മുകളിലേക്ക് കുതിച്ചുയർന്നിട്ടുണ്ട്. ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് 1% നേട്ടത്തിൽ $81.36 പെർ ബാരൽ എന്ന നിലയിലും WTI $78 2.5% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി നല്ല നേട്ടത്തിലാണ്. 0.92% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,161 എന്ന നിലയിൽ 71 പോയിൻറ്റ്സ് ഉയർന്നാണ്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 100 പോയിൻറ്റ്സിന് മുകളിലായിട്ടുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട്. ഗ്ലോബൽ വിപണികളിൽ നിന്നും ഇന്ത്യൻ വിപണിയിലേക്ക് വരുമ്പോൾ വെള്ളിയാഴ്ച ഇന്ത്യൻ വിപണികൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. 5 ദിവസത്തേക്ക് തുടർച്ചയായിട്ടുള്ള നേട്ടത്തിന് ശേഷമാണ് ഇന്ത്യൻ വിപണികൾ ഇടിയുന്നത്. ഇന്ത്യൻ വിപണികൾ വെള്ളിയാഴ്ച നെഗറ്റീവിൽ ക്ലോസ് ചെയ്തെങ്കിലും ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവാണ് അവസാന മണിക്കൂറിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പറയുകയാണെങ്കിൽ റിലയൻസിൻ്റെ AGM ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിന് ശേഷമായിരുന്നു അത്തരത്തിലുള്ള നല്ലൊരു മൂവ്മെൻറ്റ് നമുക്കുണ്ടായത്. ഇതിൻ്റെ കാരണം ഇന്ത്യയിലെ ഇപ്പോൾ ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ ഏറ്റവും വലിയ IPO ആയി ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് റിലയൻസ് ജിയോ തന്നെ ആയിരിക്കും എന്ന സൂചനകൾ തന്നെയാണ് റിലയൻസ് AGM നൽകുന്നത്. ജിയോ ഇന്ത്യയിലെ ഏറ്റവും വലിയ IPOയ്ക്ക് തയ്യാറാകുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസ് പിന്തുണയുള്ള ജിയോ പ്ലാറ്റ്ഫോംസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇനീഷ്യൽ പബ്ലിക് ഓഫറിനായി ഡ്രാഫ്റ്റ് പേപ്പറുകൾ സമർപ്പിച്ചു. കമ്പനി 270 മില്യൺ പുതിയ ഓഹരികൾ പുറത്തിറക്കും. IPO വഴി സമാഹരിക്കുന്ന തുകയിൽ നിന്ന് 27,500 കോടി രൂപ ടെലികോം യൂണിറ്റായ റിലയൻസ് ജിയോ ഇൻഫോകോമിൻ്റെ കടം മുൻകൂട്ടി തിരിച്ചടയ്ക്കാൻ ഉപയോഗിക്കും. ഇനി IPOയുടെ ആകെ വലിപ്പം ഏകദേശം 35,000 കോടി രൂപ മുതൽ 40,000 കോടി രൂപ വരെയൊക്കെ ആയിരിക്കാം എന്നാണ് വിലയിരുത്തൽ. അത്തരത്തിലാണെങ്കിൽ ഇപ്പോൾ നിലവിലെ ഏറ്റവും വലിയ IPO എന്ന് പറയുന്നത് ഹുണ്ടായ് മോട്ടോർ ഇന്ത്യയാണ്. അതിനെ മറികടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. ഇതുകൂടാതെ മുകേഷ് അംബാനി പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട പദ്ധതികൾ ജാംനഗറിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ AI ഡാറ്റാ സെൻറ്റർ നിർമ്മിക്കുന്നു. ഇത് പൂർണ്ണമായും റിന്യൂവബിൾ എനർജിയിലാണ് പ്രവർത്തിക്കുക. ഇന്ത്യക്ക് സ്വന്തമായി സോവറിൻ AI ബാക്ക് ബോൺ ഒരുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായി അദ്ദേഹം പറയുന്നത്. ഏതായാലും റിലയൻസ് ജിയോയുടെ IPO പുറത്തു വരുന്നത് വലിയ ആകാംക്ഷയോടെയാണ് മാർക്കറ്റ് കാണുന്നത്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS വെള്ളിയാഴ്ച 4,859 കോടി രൂപയുടെ വലിയ ബൈയിങ് ആണ് ക്യാഷ് മാർക്കറ്റിൽ നടത്തിയത്. വലിയൊരു പോസിറ്റീവ് സൈൻ തന്നെയായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും. FIS സെല്ല് ചെയ്ത് 1,160 കോടി രൂപയ്ക്കുമാണ്. നമുക്കറിയുന്നത് പോലെ FIS കഴിഞ്ഞ ഒരു വർഷമായിട്ട് സെല്ലിങ്ങിൽ തന്നെയായിരുന്നു. ഇപ്പോഴിതാ ഈ കഴിഞ്ഞ 15 ദിവസത്തെ ഒരു ഡാറ്റ പുറത്തു വരുന്നത്. ജൂൺ മാസത്തിലെ ആദ്യ 15 ദിവസത്തിൽ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് 64,761 കോടി രൂപയാണ് പിൻവലിച്ചത്. അതിൽ തന്നെ ഏറ്റവും വിൽപ്പന സമ്മർദ്ദം നേരിട്ട ചില സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഫിനാൻഷ്യൽ സർവീസസ് സെക്ടറാണ്, ബാങ്കുകൾ ഉൾപ്പെടുന്ന ഫിനാൻഷ്യൽ സെക്ടറാണ്. മറ്റൊന്ന് ഓയിൽ ആൻഡ് ഗ്യാസ്, പിന്നീട് ഓട്ടോ, IT, FMCG തുടങ്ങിയ സെക്ടറുകളിലാണ് അവർ കൂടുതലായിട്ട് സെല്ല് ചെയ്ത്. എന്നാലൊരു ട്വിസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ളത് അവർ ബയ്യേഴ്സായി മാറിയ ഒരു സെക്ടർ എന്ന് പറയുന്നത് ടെലികോം ആൻഡ് സർവീസസ് ആയിരുന്നു. ഏതായാലും FIS ബയ്യേഴ്സ് ആണ് എന്നതുകൊണ്ട് തന്നെ നമ്മൾ ടെലികോം ആൻഡ് സർവീസസ് സെക്ടർ ഒന്ന് ഫോക്കസിൽ വെക്കുന്നത് നല്ലതായിരിക്കും.
ഇവിടെ നമ്മൾ പറഞ്ഞ സെക്ടറുകളുടെ പേരൊന്നും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് എന്ന് ഒരിക്കൽ കൂടി പറയാം. ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞു പോകാറുള്ളത്. ഇനി മറ്റ് അസറ്റ് ക്ലാസ്സുകളിലേക്ക് വന്നാൽ ഗോൾഡ് പ്രൈസുകൾ 0.5% ഇടിവിലാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 1,07,120 എന്ന നിലയിലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. കൂടാതെ ബിറ്റ് കോയിൻ ഇപ്പോൾ $63,000 ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ചില സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിയാണ്. 3,400-ലധികം ഇലക്ട്രിക് കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് ഓർഡർ ലഭിച്ചു. മറ്റൊരു കമ്പനി RVNL ആണ്, റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്. 2,977 കോടി രൂപ വില വരുന്ന NMDC പദ്ധതിയുടെ LOA കമ്പനി നേടി. അടുത്തത് പവർ മെക് പ്രൊജക്ട്സ് എന്ന കമ്പനിയാണ്. 1,008.9 കോടി രൂപ വില വരുന്ന JSW തെർമൽ എനർജി പദ്ധതിയുടെ ഓർഡർ കമ്പനി നേടി. മറ്റൊരു കമ്പനി സൺ ഫാർമസ്യൂട്ടിക്കൽസ് ഇൻഡസ്ട്രീസ് ആണ്. 271.2 കോടി രൂപയ്ക്ക് ഇന്നോകെയർ ലൈഫ് സയൻസസ് കമ്പനി ഏറ്റെടുക്കും. അടുത്തത് ഡീപ്പ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷനിൽ നിന്ന് 83.81 കോടി രൂപയുടെ ഗ്യാസ് കൺസംഷൻ കരാർ കമ്പനി നേടി. ഇന്ത്യൻ നേവിക്കായി 425 കോടി രൂപയുടെ പ്രതിരോധ കരാർ കമ്പനി നേടി. അടുത്തത് കിർലോസ്കർ ഓയിൽ എൻജിൻസ് എന്ന കമ്പനിയാണ്. ഹൈപ്പർ നെക്സ്റ്റിൽ നിന്ന് 292 മെഗാവാട്ട് ഡാറ്റാ സെൻറ്റർ പവർ സിസ്റ്റം ഓർഡർ കമ്പനി നേടിയിരിക്കുന്നു. അടുത്തത് ഗുഡ് ലക്ക് ഇന്ത്യ എന്ന കമ്പനിയാണ്. പ്രതിരോധ വിഭാഗത്തിന് 255 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. അടുത്തത് നോളജ് മറൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന കമ്പനിയാണ്. 66.11 കോടി രൂപ വില വരുന്ന 10 ഹൈബ്രിഡ് ഇലക്ട്രിക് ഫെറി നിർമ്മാണ കരാർ കമ്പനി നേടി. മറ്റൊന്ന് ഗ്രീൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് എന്ന കമ്പനിയാണ്. നവരത്ന പദവി കമ്പനിക്ക് ലഭിച്ചു. അടുത്തത് പതഞ്ജലി ഫുഡ്സ് ആണ്. കീടനാശിനി അംശം കൂടുതലായതിനാൽ കണ്ണൂരിൽ ഒരു ബാച്ച് ചോളം പൊടി വിൽപ്പന കമ്പനി നിരോധിച്ചു. അടുത്തത് ആവാസ് ഫിനാൻഷ്യൽസ് എന്ന കമ്പനിയാണ്. CFOയും ചീഫ് റിസ്ക് ഓഫീസറും രാജിവെച്ചിരിക്കുന്നു. ഇന്ന് F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്ക് കെയ്ൻസ് ടെക്നോളജീസ് ഇന്ത്യ മാത്രമാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇക്വിറ്റി ട്രേഡിങ്ങിനായിട്ടുള്ള ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ, കൂടാതെ സ്ട്രാറ്റജി ബിൽഡിംഗ് എന്നിവയെല്ലാം നമ്മൾ ഈ ക്ലാസ്സുകളിൽ എടുത്തു പോകുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് താഴെ നമ്മൾ നൽകിയിരിക്കുന്ന ആ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മളിവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.